നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെയും മോദിക്കെതിരെയും തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള അപകടകാരിയായ വ്യക്തിയാണ് ജോർജ് സോറസ്. ഇന്ത്യയിലെ മോദി സർക്കാരിനെ താഴെയിടലാണ് തന്റെ ലക്ഷ്യം എന്ന് അയാൾ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റിയുടെ പല പ്രവർത്തകരെയും നമ്മൾ കണ്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലും. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ജോർജ് സോറസ് കൃത്യമായി പണമൊഴുക്കി എന്ന് പരസ്യമായ രഹസ്യമാണ്. ജാതി സെൻസസായും പാവപ്പെട്ടവർക്കുള്ള ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളായും ഇടത് മാധ്യമങ്ങളിൽ കൂടിയുള്ള വർഗീയ ചേരിതിരിവായും നമ്മൾ ഇത് ഇത്തവണ കണ്ടു. ഇതിൽ പല മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ ഇതിൽപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര ഏജൻസികൾ എന്ന കൃത്യമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൺഫ്ലുവൻസ് മീഡിയ ചെയർമാനും അഴിമുഖം പോർട്ടൽ ഉടമയുമായ ജോസി ജോസഫിന്റെ അമേരിക്കൻ യാത്ര കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന DG പബ്ബിനും കോൺഫ്ലുവൻസ് മീഡിയയ്ക്കും ഫണ്ട് തേടിയാണ് യാത്ര എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ സൊറോസ് ഫണ്ട് തുടർന്നും ഏർപ്പാട് ചെയ്യുകയാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ കുറയാൻ കാരണം DG പബ് അംഗങ്ങളായ ന്യൂസ് പോർട്ടലുകളുടെ മോദി വിരുദ്ധ പ്രചാരണമാണെന്ന അവകാശവാദമാണ് ജോസിക്കും കൂട്ടർക്കുമുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ ജനപിന്തുണ വർദ്ധിച്ചത് മുസ്ലിം വോട്ടുകൾ ഒന്നിപ്പിച്ചത് കാരണമാണ്. ഇതിനായി DG പബ് പോർട്ടലുകൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്നും നിരന്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയാകുന്നതായും പ്രചരിപ്പിച്ചു. കോവിഡ് തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും വാക്സിനുകൾ ഫലപ്രദമല്ലെന്നും പ്രചരിപ്പിച്ചു. CAA വിരുദ്ധ സമരം, കർഷക പ്രക്ഷോഭം എന്നിവയിലും DG പബ് സജീവ പ്രചാരകരായി രംഗത്തിറങ്ങി. ഇന്ത്യയിൽ BJP മോദി വിരുദ്ധ പ്രചാരണങ്ങൾ ഊർജിതമാക്കാൻ സോറോസ് ഫണ്ട് ചില ഏജൻസികൾ വഴി തുടർന്നും എത്തിക്കാനാണ് നീക്കം. ഇന്ത്യയിൽ കാര്യമായി വരിക്കാരില്ലാത്ത പോർട്ടലുകൾക്ക് വിദേശത്ത് നിന്ന് കോടികൾ വരിസംഖ്യയായി ലഭിക്കുന്നത് സൊറോസ് ബന്ധമുള്ള ചില NGOകൾ വഴിയാണ്. NGO ശൃംഖലയിലുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ $200 വീതം വരിസംഖ്യയായി ഇന്ത്യയിലെ പോർട്ടലുകൾക്ക് നൽകുന്നു. ഇന്ത്യയിലെ വാർത്തകൾ മാത്രം വരുന്ന പോർട്ടലുകൾ അമേരിക്കക്കാരനും കാനഡക്കാരനും വരിസംഖ്യ നൽകുന്നത് ഫലത്തിൽ ഹവാല ഇടപാടാണ്. കേന്ദ്ര ഏജൻസികൾ ഈ വരിക്കാരുടെ സാമ്പത്തിക ഉറവിടം കണ്ടെത്തി മണി ട്രെയിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ക്ലിക്കിന്റെ ചൈനീസ് ഫണ്ട് വെളിപ്പെടുത്തത് ഇത്തരം അന്വേഷണത്തിലാണ്. വിദേശ ഫണ്ട് കൈപ്പറ്റി രാജ്യദ്രോഹ പ്രചരണം നടത്തിയതിന് ന്യൂസ് ക്ലിക്ക് എഡിറ്ററും DG പബ് വൈസ് ചെയർമാനുമായ പ്രബീർ പുർക്കായസ്തയ്ക്ക് എതിരെ UAPA ചുമത്തിയിരുന്നു. ന്യൂസ് ലൗണ്ടറി, ന്യൂസ് മിനിറ്റ്, ദ വയർ തുടങ്ങിയ പോർട്ടലുകളും കോൺഫ്ലുവൻസ് മീഡിയയും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. അതായത് 8ന്റെ പണിയാണ് ഇയാൾക്ക് വേണ്ടി കേന്ദ്ര ഏജൻസികൾ കരുതി വെച്ചിരിക്കുന്നത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.